ഹായ് എല്ലാവർക്കും എൻ്റെ സിംപ്ലി എ ബി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് ഹൽവയാണ് കേട്ടോ. ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല. ഇതിനാവശ്യമായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വറുത്തതിന് ശേഷം ഒരു അരമുടി തേങ്ങ ചിരവിയതും കൂടെ നമ്മൾ അതിലിട്ടിട്ട് നന്നായിട്ട് 2-3 മിനിറ്റ് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 150 ഗ്രാം ശർക്കര കൂടി എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം. ആ വെള്ളം കൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി അതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് നന്നായി പാകത്തിന് മിക്സായി വന്നതിന് ശേഷം ഒരു 2-2.5 സ്പൂണോളം നമ്മൾ നെയ്യ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പാത്രം എടുത്ത് ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനാവശ്യമുള്ളൊരു പാത്രം കൂടെ എടുത്ത് നമ്മൾ അതിലേക്ക് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിതിൽ എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ബദാമാണോ കാഷ്യൂ ആണോ ഏതാ വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ റൈസിനും കാഷ്യൂനട്ടും ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പൊടിച്ചിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചിട്ടതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഗോതമ്പിൻ്റെ മിക്സും കൂടെ നമ്മളൊന്ന് ഇതിലിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഡെക്കറേഷൻ ആണെങ്കിലും കാണാനൊരു ഭംഗിക്ക് വേണ്ടി മുകളിലും കൂടെ കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിനും കൂടെ ഒന്നിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. അതിനുശേഷം ഇതൊന്ന് ഇളകി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടെ ഒന്നെടുത്ത് ഇതിന് മുകളിലോട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സെറ്റായിട്ട് നിൽക്കില്ല അത്. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം. ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ ഇത്. എല്ലാവർക്കും വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഗോതമ്പ് പൊടി എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ, അപ്പോൾ എത്രയും എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി നോക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്